വീണ്ടും മറ്റൊരു പ്രഭാതം. ആനവണ്ടി നമ്മളെ വിട്ടു പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ ടേണിങ്ങിൽ ഞാൻ എത്ര തവണ ഹോൺ മുഴക്കിയിട്ടുണ്ട്. പക്ഷേ ആ വരുന്ന ബസ് കണ്ടോ? ഇത്രയും വലിയ വളവിൽ ആ ബസ് ഹോൺ മുഴക്കിയില്ല എന്ന് മാത്രമല്ല, എൻ്റെ സൈഡിലേക്ക് ചേർത്തിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഡ്രൈവറുടെ അശ്രദ്ധ കാരണം അപകടങ്ങൾ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. നമ്മൾ സൂക്ഷിച്ചാൽ നമ്മൾക്ക് കൊള്ളാം. ഇതാ വീണ്ടും അടുത്തൊരു ബസ്. ആ ബൈക്കുകാരനെ തട്ടിയില്ല. എത്ര അശ്രദ്ധമായാണ് ഓടിക്കുന്നത്. രാത്രി 12 മണി എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് റോഡിൽ തിരക്കൊന്നുമില്ലാത്തത്. ദൂരെ ഒരു ഓട്ടോറിക്ഷ പോകുന്നുണ്ട്. ഞാൻ കുറേ നേരം നോക്കി. വണ്ടിയിൽ എവിടെയും നമ്പർ പ്ലേറ്റോ നമ്പറോ പ്രദർശിപ്പിച്ചിട്ടില്ല. ചിലപ്പോൾ റീപെയിൻറ്റിങ് കഴിഞ്ഞ വണ്ടിയായിരിക്കാം. എന്നാലും വണ്ടിയുടെ പുറകുഭാഗത്ത് നമ്പർ പ്ലേറ്റ് വെക്കണമെന്നാണ് നിയമം. രാത്രിയല്ലേ, കുഴപ്പമില്ലായിരിക്കും. ഇടറോഡിൽ നിന്നും മെയിൻ റോഡിലോട്ട് കയറുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടാലും വണ്ടികൾ വരുന്നില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം റോഡിലേക്ക് കയറുക. വെറുതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. ആ കാറിനെ മറികടന്ന് പോകുമ്പോൾ മുന്നിലായിട്ടൊരു ടേണിംഗ് ഉണ്ട്. അവിടെ കണ്ടില്ലേ, 2 വണ്ടികൾ ഫുൾ ബ്രൈറ്റിൽ ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുന്നു. ഒരു ഓട്ടോ അവിടെ നിൽക്കുന്നുണ്ട്. ആ ബൈക്ക് ടേൺ ചെയ്യാണ്. പക്ഷേ ഈ ബ്രൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാവും? എല്ലാം നമ്മൾ മനസ്സിലാക്കണം അല്ലേ? തൊട്ട മുന്നിലായിട്ടൊരു സിഗ്നലുണ്ട്. എനിക്ക് വലത്തേക്കാണ് പോകേണ്ടത്. പക്ഷേ പോകാനുള്ള സിഗ്നലായിട്ടില്ല. തൽക്കാലം അവിടെ നിൽക്കാം. പക്ഷേ വണ്ടികൾ കയറിപ്പോകുന്നുണ്ട്. അപകടങ്ങളൊന്നും പറ്റാതിരിക്കട്ടെ. നോക്കൂ, മുന്നിൽ ഏതെങ്കിലും വണ്ടി പെട്ടെന്ന് വന്നാൽ കണ്ടോ, ഒരു ബൈക്ക് ഇപ്പോൾ പോയി. എന്നാലും ആൾക്കാർ അലക്ഷ്യമായിട്ട് പോകുന്നുണ്ട്. ഒരു സിഗ്നൽ വെച്ചിരിക്കുന്നത് നമ്മുടെ സേഫ്റ്റിക്കും കൂടിയാണ്. ഇതാ കാറുകാരനും പോയി. തൊട്ട് മുന്നിലായ ഒരു ബൈക്കും സ്കൂട്ടറും അവർ കയറി പോകുന്നുണ്ട്. ഇൻഡിക്കേറ്റർ ഇട്ടതുകൊണ്ട് മാത്രം തെറ്റായ സിഗ്നലിൽ വണ്ടികൾ നിർത്തിത്തരുമെന്ന് പ്രതീക്ഷിക്കരുത്. കുറച്ച് പേര് മാന്യമായിട്ട് നിർത്തി, നല്ല കാര്യം. പക്ഷേ പറഞ്ഞു നാക്കെടുത്തില്ല, അവരും കയറിപ്പോയി. എന്താല്ലേ, ഇതൊക്കെ വലിയ കാര്യമാണോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കുറേ കാലമായി വണ്ടി ഓടിക്കുന്ന എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയത് കൂടുതൽ അപകടങ്ങളും സംഭവിക്കുന്നത് ആളുകളുടെ അശ്രദ്ധ കൊണ്ട് തന്നെയാണ്. പിന്നെ ഒരു തെറ്റ് കുറേ പേർ ചെയ്യുന്നുണ്ട്, അത് ശരിയാണെന്ന് വിചാരിക്കരുത്. സിഗ്നൽ വിട്ടു, നമുക്ക് മുന്നോട്ട് പോവാം. തെറ്റായ സിഗ്നലിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന പോലെ തന്നെയുള്ളൊരു കുറ്റമാണ് ആ കാൽനട യാത്രക്കാരനും കാണിക്കുന്നത്. വാഹനങ്ങൾക്ക് പോകാനുള്ള ഗ്രീൻ സിഗ്നലിലാണ് അയാൾ റോഡ് ക്രോസ് ചെയ്യുന്നത്. ഇതും തെറ്റാണ്. അപ്പോൾ സേഫായി ഡ്രൈവ് ചെയ്യൂ, സേഫായിരിക്കും. വീണ്ടും കാണാം.